പശ്ചിമേഷ്യൻ യുദ്ധം കനത്തതോടെ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇന്ധന വില വർധനയും പാചകവാതക ക്ഷാമവും പോലെ തന്നെ മലയാളികൾ ഇന്നേറെ വലയുന്ന മറ്റൊരു കാര്യം ആണ്. അതെന്താണെന്നറിയാമോ? നാടുവിടുന്ന അതിഥി തൊഴിലാളികൾ. അപ്പോൾ അതിഥികളെ മടങ്ങി വരൂ. ഈ അതിഥി തൊഴിലാളികളുടെ അഭാവത്തിൽ ഏകദേശം സ്തംഭിച്ചിരിക്കുകയാണ് നമ്മുടെ ഹോട്ടൽ നിർമ്മാണ ഉൽപാദന മേഖലകൾ. സംസ്ഥാനത്ത് ഹോട്ടൽ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ ഏറിയ പങ്കും കേരളത്തിന് പുറത്തു നിന്നുള്ളവരാണ്. ഇവർ മടങ്ങിപ്പോകാനുള്ള കാരണങ്ങൾ എന്ത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതുപോലെ തന്നെ ഇത് കേരളത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും വിശദമായി തന്നെ നമുക്ക് നോക്കാം. തൊഴിലാളികൾ നാട് വിടാൻ കാരണം എന്ത് എന്നാണ് നമുക്ക് ആദ്യം നോക്കാൻ പോകുന്നത്. ഈ ഒരു സമയത്ത് എന്താണ് നമ്മുടെ നാട്ടിലുള്ള അതിഥി തൊഴിലാളികൾ അന്യസംസ്ഥാന തൊഴിലാളികളെ അധികമായി കാണാത്തത് എന്നുള്ളത് ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് പാചകവാതക ക്ഷാമം തന്നെയാണ്. പാചകവാതക പ്രതിസന്ധികൾ കാരണം ഈ രാജ്യം വിട്ട് സ്വന്തം ഗ്രാമങ്ങളിലേക്ക് മടങ്ങുകയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ. ഹോട്ടലുകളുടെ നടത്തിപ്പിലെ പ്രതിസന്ധിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഈ ഹോട്ടലുകളുടെ നടത്തിപ്പ് ഈ വലിയ പ്രതിസന്ധി ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും ഹോട്ടലിലാണ് ഈ അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യുന്നത്. അവിടെ വെയിറ്റർമാരായിട്ടും സപ്ലയർമാരായിട്ടും ഒക്കെ ജോലി ചെയ്യുന്നു. അതുകൊണ്ടാണ് അവർ പോകുന്നത്. പിന്നെ കരിഞ്ചന്തയിൽ അമിത വിലയ്ക്ക് സിലിണ്ടറുകളൊക്കെ വിൽക്കുന്നു. ഇതെല്ലാം അവർക്ക് താങ്ങാനാകില്ല. പലരും കുടുംബമായിട്ടാണ് കേരളത്തിലേക്ക് വന്ന് താമസിക്കുന്നത്. അപ്പോൾ അവർക്കത് താങ്ങാനാകാത്ത തരത്തിലുള്ള വിലയിലേക്കൊക്കെ പോകുമ്പോൾ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകുകയാണ്. അസം പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയമാണ്. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അവിടെ പശ്ചിമ ബംഗാളിലാണെങ്കിൽ 2 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി അവരെല്ലാം സ്വന്തം നാടുകളിലേക്ക് പോകുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് SIR നടപടികളെ ഭയന്നിട്ടാണ്. ഇത്തവണ വോട്ട് ചെയ്തില്ലെങ്കിൽ, വോട്ട് രേഖപ്പെടുത്തിയില്ലെങ്കിൽ പൗരത്വം നഷ്ടമാകുമോ എന്നുള്ള ആശങ്ക അവർക്കുണ്ട്. ഇനി ഇത് കേരളത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ ഹോട്ടൽ നടത്തിപ്പിൽ നേരത്തെ പറഞ്ഞതുപോലെ വലിയ പ്രതിസന്ധി തുടരുകയാണ് ഈ ഒരു സമയത്തും. പ്രത്യേകിച്ചും പാചകവാതക ക്ഷാമമുണ്ട്. മാത്രമല്ല ഇവരിങ്ങനെ മടങ്ങിപ്പോകുന്നതോടുകൂടി ഈ പാചകക്കാരും വെയിറ്റർമാരുമായിട്ട് ആയിരക്കണക്കിന് അതിഥി തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. അവർ എല്ലാം പോകുന്നു. അപ്പോൾ അത് വലിയ പ്രതിസന്ധിയാണ്. മറ്റൊന്ന്, ഇവർ കൂടുതലായി പണിയെടുക്കുന്നത് എന്ന് പറയുന്നത് നിർമ്മാണ മേഖലകളിലാണ്. അവിടെയും വലിയ പ്രതിസന്ധിയാണ്. ചെറുകിട കോൺട്രാക്ടർമാർ മുതൽ വൻകിട കമ്പനികൾ വരെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ ആശ്രയിച്ചാണ് ജോലികൾ ചെയ്യുന്നത്. അപ്പോൾ കുറഞ്ഞ വേതനത്തിന് മലയാളികളെക്കാൾ അന്യ സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യും. അവരുടെ മടങ്ങിപ്പോക്ക് അതുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇവരെ തിരിച്ചു കൊണ്ടുവരണമെങ്കിലും വലിയ കടമ്പകൾ കടക്കണം എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത്, പ്രധാന പ്രശ്നം ട്രെയിനുകളിലൊന്നും സീറ്റില്ല എന്നുള്ളതാണ്. ഇവർ ഈ തെരഞ്ഞെടുപ്പിനായിട്ടും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ അങ്ങോട്ട് വിടുന്ന ആളുകളെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അത്രമാത്രം സീറ്റുകൾ വേണം. അപ്പോൾ അത്രമാത്രം ട്രെയിനുകളിൽ സീറ്റില്ല. വലിയ തിരക്കാണ്. സ്പെഷ്യൽ ട്രെയിനുകളൊക്കെ അനുവദിച്ചിട്ടുണ്ട് ഇത് പരിഗണിച്ചെങ്കിൽ പോലും അതിലെല്ലാം വലിയ തിരക്കാണ് എന്നുള്ളതാണ്. വോട്ട് ജയിച്ച് അവരെ മടക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റ് ബസ്സുകളെയാണ് ആശ്രയിക്കുന്നത് എന്നുള്ളതാണ്. പല കമ്പനികളും സ്വന്തം നിലയ്ക്കാണ് ഇത്തരത്തിൽ ബസ്സുകൾ ഏർപ്പെടുത്തുന്നത്. ഈ പശ്ചിമ ബംഗാളിലും അസമിലും ഒക്കെ ഉൾഗ്രാമങ്ങളിലാണ് ഇവർ പല ആളുകളും താമസിക്കുന്നത്. അവരെ അവിടെ എത്തിച്ച് വോട്ട് ജയിച്ചിട്ട് അവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ടൂറിസ്റ്റ് ബസ്സുകളെ ആശ്രയിക്കുകയാണ് ഉടമകൾ. ഈ അവസരത്തെ പക്ഷേ മുതലെടുക്കുന്നുണ്ട് സ്വകാര്യ ബുക്കിംഗ് ഏജൻസികൾ എന്നുള്ളതാണ് ഇതിൽ ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട കടമ്പ. തീ വിലയാണ് ഈ ബസ്സുകൾക്കും ടിക്കറ്റുകൾക്കും ഒക്കെ ഈടാക്കുന്നത്. ഇനി നമുക്ക് ഈ കേരളത്തിലെ അതിഥി തൊഴിലാളികളുടെ ഒരു ആകെ കണക്ക് നോക്കാം. 35 മുതൽ 40 ലക്ഷത്തോളം പേരാണ് കേരളത്തിൽ ജോലി ചെയ്യുന്നത്, ഈ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്നത്. ഇതിൽ അതിലെ നാലിലൊന്നും അതായത് ജോലി ചെയ്യുന്ന, നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾ, തൊഴിലാളികളിൽ 4-1 ഒരു അതിഥി തൊഴിലാളിയാണ്. 3 മലയാളി ഉണ്ടെങ്കിൽ അതിൽ ഒരാൾ അതിഥി തൊഴിലാളിയായിരിക്കും എന്നുള്ളതാണ്. ഇനി 25-ലധികം സംസ്ഥാനങ്ങളിൽ നിന്നാണ്, ഇന്ത്യയിലെ 25-ലധികം സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇവിടേക്ക് കൂടുതലായിട്ടും ആളുകൾ എത്തുന്നത് എന്നുള്ള കാര്യം കൂടിയുണ്ട്. അപ്പോൾ കേരളത്തിലേക്കും കൂടുതലായി എത്തുന്നത് എവിടെ നിന്നുമുള്ള ആളുകളാണെന്നറിയാമോ? പശ്ചിമ ബംഗാൾ, അസം, ബീഹാർ, ഉത്തർപ്രദേശ്, ഒഡീഷ, രാജസ്ഥാൻ, ഇത്രയും സ്ഥലങ്ങളിൽ നിന്നുമുള്ള ആളുകളാണ് കേരളത്തിലേക്ക് കൂടുതലായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി എത്തുന്നത്. ഇതിൽ പശ്ചിമ ബംഗാളിലും അസമിലും നിന്നും മാത്രം വരുന്നത് 60% ആളുകളാണ്. ഈ 2 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 60% ആളുകളാണ് ഈ 2 സ്ഥലങ്ങളിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരൊക്കെ മടങ്ങിപ്പോയി, അവർ വോട്ട് ചെയ്യാൻ വേണ്ടി മടങ്ങിപ്പോവുകയും ചെയ്തു. അതാണ് ഈ വലിയ തരത്തിൽ തൊഴിലാളികളില്ലാത്ത തൊഴിലാളി ക്ഷാമം പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ കേരളത്തിലേക്ക് വരുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം.
അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഉയർന്ന വേതനം. അവരുടെ നാടുകളിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വേതനം, സാലറി അവർക്ക് പണിയെടുത്താൽ കൂലി കിട്ടും എന്നുള്ളതാണ്. പിന്നെ പ്രാദേശിക തൊഴിലാളി ക്ഷാമം. ഇവിടുത്തെ ആളുകൾ ഇത്തരം തൊഴിലുകൾ ചെയ്യാൻ, കനപ്പെട്ട തൊഴിലുകൾ ചെയ്യാൻ മടിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ഇവർക്ക് കൂടുതലായിട്ടും തൊഴിലവസരം ഇവിടെ ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ മികച്ച സാമൂഹിക അവസ്ഥ. അപ്പോൾ ഇതെല്ലാമാണ് ഈ അതിഥി തൊഴിലാളികളെ ഇങ്ങോട്ട് എത്തിക്കുന്നത്. ഇതൊക്കെ കൊണ്ട് ഇവരിവിടെ കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് കുട്ടികളെയൊക്കെ സ്കൂളിൽ ചേർത്ത് ജീവിച്ചു വരുന്ന ഒരു അവസ്ഥയായിരുന്നു. അതിനിടയിലാണ് ഈ പാചകവാതക പ്രതിസന്ധി വരികയും ഇവരെല്ലാം തിരികെ അവരുടെ നാട്ടുകളിലേക്ക് കുടുംബമായി മടങ്ങുകയും ചെയ്തത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പകുതിയിലധികം ആളുകൾ തിരികെ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇവിടുത്തെ നിർമ്മാണ തൊഴിലാളികളും ഹോട്ടൽ ഉടമകളും ഒക്കെ. അപ്പോൾ ഇതൊരു പ്രധാന വിഷയമാണ്, ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് ഞാനിപ്പോൾ ചൂണ്ടിക്കാട്ടിയത്.